ഫോട്ടോ മൂടി വെക്കാം. ഇതാ രേഷ്മ പി തങ്കച്ചൻ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8/7/91. ഞാൻ 91 ജനിച്ച ആളാണ്. എനിക്ക് 45, 40, 39, 38, 37 വയസ്സില്ല. 34 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് ആകുന്നു. ഈ സെപ്റ്റംബർ 7 ആകുമ്പോൾ എനിക്ക് 35 വയസ്സിലോട്ട് കയറത്തുള്ളൂ. തീർച്ചയായിട്ടും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നിൽക്കും. കേരളത്തിൽ ഈ എന്താ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് വ്യക്തിസ്വാതന്ത്ര്യം, അച്ഛനെ അമ്മേനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കിയെന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യം എന്താണ് ശ്രുതിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കുക തന്നെ കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ പൈസ? ഞാൻ പറയട്ടെ, ചേച്ചിയുടെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇലക്ഷൻ അല്ലായിരുന്നു. ഇലക്ഷൻ ആയിക്കൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു ഈ പുള്ളിക്കാരി അവിടെ വരുന്ന മീഡിയക്കാർക്കെന്ന് പറഞ്ഞാൽ മെയിനായി വലിയ ഹൈ മീഡിയക്കാരൊന്നും ഇല്ല കേട്ടോ. 24 അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവരൊക്കെ വന്നു എടുക്കേണ്ട സെലിബ്രിറ്റിയുടെ ഒക്കെ എടുത്തേച്ച് അവർ പോവുകയും ചെയ്ത്. ഇത് പുള്ളിക്കാരിയുടെ കുറേ സിംഗിളുകളായിട്ട് കുറേ മറെല്ലാം പേര് പുള്ളിക്കാരിക്ക് കാണപ്പെടാണ്. അതുപോലെ നമ്മളുടെയൊക്കെ സംസാരിക്കുന്നത് ഇവരെല്ലാം വിളിച്ച് വരുന്നത് ഇവർ വോട്ട് ചെയ്യാൻ ആ സമയത്ത് വരുമെന്ന് എങ്ങനെ ഇവന്മാർക്ക് അറിയാമായിരുന്നു? ആ ഒരു സമയത്ത് വരുമെന്ന് എങ്ങനെ അറിയാമായിരുന്നു? അവിടെ മീഡിയക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ഇന്ന സമയത്ത് വരും, അവിടെ വീണ്ടും എന്നോട് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം, അതിനൊക്കെ ഉത്തരങ്ങൾ പറയാം എന്നുള്ളതായിരുന്നു. ശരിക്കും സെലിബ്രിറ്റി ആയിട്ടുള്ളവരൊക്കെ വന്നേച്ച് പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾ വീഡിയോക്കകത്ത് ചാനലത്രയൊക്കെ കണ്ടു കാണും. ലാലേട്ടനൊക്കെ ഒരുപാട് നേരം നിന്ന് വോട്ട് ചെയ്യാനായിട്ട് അവിടെ വന്ന ക്യൂവിൽ നിന്ന് അതൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അത് ഈ രേണു കുണി കാണിക്കുന്ന പരിപാടിയൊന്നും അല്ല. ശരിക്കും പറഞ്ഞ ഒരു സെലിബ്രിറ്റികൾ കാണിക്കുന്ന പരിപാടികൾ. അവർ വോട്ട് ചെയ്യാൻ വന്നു. ലാലേട്ടനോട് കുറേ നേരം നിന്ന് കേട്ടോ. ഇടയ്ക്ക് ആരോ പറയുന്നുണ്ട് മാറിക്കൊടുക്കുക, അവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനെതിരെ ഓരോരുത്തർക്ക് ഓരോ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് രേണു അങ്ങനെ വരുന്നെങ്കിൽ ഇതെല്ലാം എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തായിരുന്നേ. ഇവരൊക്കെ ഈ ഒരു ഭാഗങ്ങളൊന്നും മൈൻഡ് ചെയ്യാറില്ല, അതൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ വോട്ട് ചെയ്യാൻ വന്നു, വോട്ട് ചെയ്തേച്ച് പോകുന്നു. അതുപോലെ തന്നെയായാലും മമ്മൂക്കയാണെങ്കിലും വന്ന് വോട്ട് ചെയ്തു. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, അതിന് മറുപടിയും കൊടുത്തേച്ച് അവർ പോകുന്നു. ദിലീപേട്ടൻ വന്നു, ദിലീപേട്ടൻ വോട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് വോട്ട് ചെയ്യാൻ വന്നതും പിന്നെ ആ ഒരു വെർലയിൽ അടയാളം നമ്മൾ വോട്ട് ചെയ്തതിൻ്റെ ആ ഒരു മഷി ഇതുണ്ടോ. ആരൊക്കെ വോട്ട് ചെയ്തോ? ഇടയ്ക്ക് ചോദിക്കട്ടെ, എല്ലാവരും വോട്ടൊക്കെ ചെയ്തോ? ഇപ്രാവശ്യം ആർക്കൊക്കെ വോട്ടൊക്കെ ഇല്ലാതൊക്കെ ഉണ്ടല്ലേ. കുറേ പേർക്കൊക്കെ വോട്ട് ലിസ്റ്റ് പേരില്ലാതും അങ്ങനെ എന്നോടൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും എനിക്കൊരു വോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വോട്ടൊക്കെ ചെയ്തു. അപ്പോൾ വോട്ട് ചെയ്യാൻ വന്ന് ഓരോരുത്തർ വോട്ട് ചെയ്തതിന് നമ്മുടെ സെലിബ്രിറ്റി വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയാൻ മേല ക്യാപ്ഷൻ കൊടുക്കുന്ന കാരണം നടി രേണു ചേച്ചി പോളിംഗ് ബൂത്തിൽ സ്വന്തം കാറിൽ വന്നിറങ്ങി. സ്വന്തം കാർ, പിന്നെ ബാക്കിയുള്ള ഇവരൊക്കെ വന്നിറങ്ങുന്നത് സ്വന്തമായിട്ട് കാറുള്ളൊരു കാറേ വന്നിറങ്ങും, ചില കാറില്ലാത്തൊരു സ്കൂട്ടറെ വന്നിറങ്ങും, സ്കൂട്ടർ ഇല്ലാത്തൊരു സൈക്കിളെ വരും, അല്ലാത്തൊരു നടന്ന് വരും, അല്ലാത്തൊരു ഓട്ടോ വിളിച്ച് വരും. അതൊക്കെ വലിയൊരു സംഭവങ്ങളാണോ? ഒന്നും അല്ലല്ലോ. അങ്ങനെ സ്വന്തം കാറിൽ പുള്ളിക്കാരി കാറും കൂടെ ഓടിക്കുമായിരുന്നെങ്കിൽ എന്നതായിരുന്നേനെ അവസ്ഥ എന്ന് പറഞ്ഞു. അവിടെ ഒരു പട്ടിക്കുറുക്കനും പുള്ളിക്കാരിയെ കാണാനായിട്ട് ഓടി വരിക ആട്ടെ. അല്ലെങ്കിൽ അവിടെ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവരാരും ചെല്ലുന്നില്ല അടുത്തോട്ട്, ഒന്നും സംസാരിക്കാൻ പോലും ഒന്നും ചെയ്തില്ല. ആയതോ ഒരുത്തർ എന്നതോ പറയുന്നുണ്ട് കേട്ടോ. അതെന്നാന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഏതാണ്ട് പറയുന്നുണ്ട് കണ്ടന്റ് വീഡിയോ കണ്ടെന്നോ അങ്ങനെ വേണ്ടെന്ന് തോന്നുന്നു പറഞ്ഞു. എനിക്ക് കൊണ്ട് തിരിഞ്ഞില്ല, ക്ലിയർ ആയില്ല. പുള്ളിക്കാരി ഏതാണ്ട് അതിന് തിരിച്ച് മറുപടിയും പറഞ്ഞേച്ച് പോകുന്നുണ്ട്. എനിക്ക് തോന്നി വിവാദ വീഡിയോ ഒക്കെ കണ്ട് എന്ന് പുള്ളിക്കാരി ആ ഒരു താല്പര്യം, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട ഒരു കണ്ടന്റാണ് ചോദിക്കുന്നത്. കൊക്കാന്നൊരു ചിരിയുണ്ട്, ചിരിച്ചേച്ച് അങ്ങോട്ട് കുഴഞ്ഞാടിയൊക്കെ നിർത്തണം. ഇത് പുള്ളിക്കാരി വിവാദ വീഡിയോ കണ്ടെന്നോ അങ്ങനെ തന്നെ പറഞ്ഞത് നാണം കെട്ട് കാണത്തില്ല, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അത് നിൽക്കുന്ന പോലീസുകാരൻ ചേട്ടൻ വേണം അടിപൊളി ഒരു ഷേക്കാൻ്റെ കൊടുക്കേണ്ടത്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മൈൻഡ് പോലും ചെയ്തില്ല. എന്നാലും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപ്പെട്ട മനുഷ്യർക്കൊന്നും ഇവരെ യാതൊരു താല്പര്യമില്ല. ഇവരുണ്ടായിരുന്നു, മനുഷ്യർക്കൊക്കെ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവനും വരുമ്പം മൊത്തത്തിൽ അത് കളഞ്ഞേച്ചാണ് അവർ നടക്കുന്നത്. എന്നിട്ട് അവർ സ്വയം പറഞ്ഞു നടക്കുന്നത് സെലിബ്രിറ്റിയായി ഞാൻ വന്നു, ഞാൻ വോട്ട് ചെയ്തു, ഞാൻ പോകുന്നു എന്നും പണ്ട് 24 മണിക്കൂർ ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ അവർക്ക് മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാൻ അറിയാം കേട്ടോ. ഇച്ചിരി കഴിഞ്ഞ ഒരു കാരണത്തിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ഷോളൊക്കെ അങ്ങ് മാറ്റുന്നുണ്ട്. ഇത് ഇനി പറയുന്ന കാര്യം വെച്ചാൽ കിച്ചു ഒറ്റ വീഡിയോ കിച്ചു ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ കിച്ചു ഒരു വീഡിയോ കൂടി ചെയ്തു. അത് ലെങ്ത് തീരെ കുറഞ്ഞൊരു വീഡിയോ ആണ്. ഒറ്റ ഒരു വീഡിയോ കിച്ചു ചെയ്തു. അത് അങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞേച്ച് പോയി. പിന്നെ കിച്ചു ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ എനിക്കൊന്ന് ഡെഡാനിസത്തിൻ്റെയോ അടുത്ത് ഒരു കമൻറ്റ് വന്നിട്ട്, അല്ലാതെ കിച്ചു വന്ന് അടുത്ത് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ വീണ്ടുമുള്ള കിച്ചു ഒരു 20% പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ ഒരു 20% കേട്ടപ്പം ഇവർ ഇത്ര ഹാലിളക്കി നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി വന്നാൽ എന്നതായിരിക്കും അവസ്ഥ? എന്താണ് നിങ്ങൾ ഇച്ചിരി എങ്കിലും തലക്കകത്ത് വെളിവുള്ളവർക്ക് ചിന്തിക്കാം. ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. രേണുസുധിയെ താല്പര്യമുള്ളവർ വരട്ടെ കേട്ടോ, വേറെ വഴിക്ക് പൊക്കോളുക. നിങ്ങൾക്ക് താല്പര്യപ്പെടുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഇത് രേണുസുധിയെ താല്പര്യമുള്ളവർ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക, ആവശ്യമില്ലാതെ കമൻറ്റ് ഇട്ട് വെറുതെ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം ഇവർ വീണ്ടും ഇപ്പോൾ തന്നെ അവിടെ വന്നു. ആ ഒരു വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഞാൻ അത് കണ്ട കാര്യങ്ങളാണ്.
ഇവരോട് പറയുന്നുണ്ട്, അവർ ആ മീഡിയക്കാർ പറയുന്നുണ്ട്, ബാ ചേച്ചി അങ്ങോട്ട് മാറി നിൽക്കാം, തളർത്തോട്ട് മാറി നിൽക്കാം. ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ചോദിക്കുക. എനിക്കത് പുള്ളിക്കാരി പറയാൻ വിട്ടുപോയ ചില വാക്കുകളൊക്കെ ഉണ്ട്. ആ വാക്കുകളൊക്കെയാണ് പുള്ളിക്കാരി വീണ്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇവരോട് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പം രേണു ചേച്ചിയോട് ചോദിക്കുന്ന കാര്യം നമുക്കൊന്ന് രേണു ചേച്ചിയില്ല, രേണു കുഞ്ഞു ബാബ വേറെ കാര്യം വരുന്നുണ്ട് എന്ന് പറയാം. കൂടെ വന്നതിന് ശേഷം, കോട്ടയത്ത് വന്നതിന് ശേഷം സുധിച്ചേട്ടനാണ് ചേച്ചീനെയും ചേച്ചിയുടെ അച്ഛനെയും അമ്മേനെയും ചേച്ചിയുടെ ഹസ്ബൻഡിനെ നോക്കിയെന്ന് കിച്ചു ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കേണ്ട കാര്യം എന്താണ് സുധിക്കുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഈ നോക്കുക തന്നെ കണ്ണുകൊണ്ട് നോക്കിയതാണോ അതോ പൈസ? ഞാൻ പറയട്ടെ, ചേച്ചിയുടെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്. പുള്ളി നിങ്ങൾക്ക് അറിയാം, തിരക്കി അറിയാം. പുള്ളി ബിടെക് എഞ്ചിനീയറാണ്. പുള്ളി AVGയിൽ ഈരക്കടവ് കോട്ടയത്തെ ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് അച്ഛൻ മരിച്ചപ്പോഴാണ് പുള്ളി ഇപ്പം പെയിൻറ്റിങ്ങിൻ്റെ കോൺട്രാക്ട് വർക്കൊക്കെ ഏറ്റെടുത്ത് പുള്ളി അന്നും പെയിൻറ്റിങ് ജോലി ഉണ്ടായിരുന്നു. അതുപോലെ ചേച്ചി നേഴ്സാണ്, പുള്ളിക്കാരി നേഴ്സാണ്. എൻ്റെ കുഞ്ഞിനെ വരെ ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ തന്നെയാണ് കുഞ്ഞിനെ വരെ നോക്കുന്നത്. അല്ലാതെ ആരും എനിക്ക് തോന്നുന്നില്ല. സൂചിച്ചേട്ടനുള്ളപ്പോൾ സൂചിച്ചേട്ടനെ നോക്കി. അതുപോലെ ഒരു വീട്ടിലിപ്പം 3 പിള്ളേരുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ ഞാനൊരു ഉദാഹരണം പറയട്ടെ. സുധിച്ചേട്ടൻ ഞങ്ങൾ ഇത്രയും പേരുള്ള വീട്ടിൽ സുധിച്ചേട്ടൻ ഇപ്പം എന്താ പറയുക, ഒരു സാധനം മേടിക്കുന്നു. എനിക്കും കിച്ചുവിനും ഋതപ്പനും മാത്രം തരാൻ പറ്റുള്ളൂ. ന്യായീകരണങ്ങൾ ഭയങ്കരമാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ഒന്ന് ന്യായീകരിച്ചങ്ങ് വെളുപ്പിച്ചെടുക്കുന്ന ഭയങ്കരമാണ്. ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്. ചേട്ടൻ എഞ്ചിനീയർ ആയിരുന്നു, പിന്നെ മെഡിക്കൽ കോളേജിലെ പെയിൻറ്റിൻ്റെ കോൺട്രാക്ട് വർക്കായിരുന്നു. ചേട്ടൻ്റെ അച്ഛൻ അതായിരുന്നു ജോലി. ആ ഒരു വർക്ക് എന്നൊക്കെ പറയുമ്പോൾ നല്ലപോലെ ഒരു വരുമാനം കിട്ടുന്നൊരു കാര്യമായിരിക്കും. കാര്യം ഹോസ്പിറ്റലിൻ്റെ മുഴുവൻ ഇതായിട്ടുള്ളതായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതിന് നല്ലൊരു തുകയായിരിക്കുമല്ലോ ഇവർ എമൗണ്ട് വെച്ചിട്ടായിരിക്കുമല്ലോ അത് ഏറ്റെടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ കൈ പൈസ ഇല്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഈ ചേച്ചിയുടെ ഭർത്താവിന് ബന്ധുക്കാരും ആ പുള്ളിക്കാരന് അച്ഛനോ അമ്മയോ അങ്ങനെ ആരുമില്ലേ? അച്ചി വീട്ടിൽ താമസിക്കലാണെന്നാണോ വലിയത്? സുധി ഇപ്പോൾ പോയെന്ന് പറഞ്ഞ് നമുക്ക് പറയാം, സുധിയുടെ വീട്ടുകാരെല്ലാം ഉണ്ട്. അവിടെ താമസമാക്കിയതിന് ശേഷം അവിടുന്ന് പ്രശ്നമുണ്ടാക്കി ഇവർ പോയതാണ്. പക്ഷെ ഇവരുടെ ചേച്ചിക്ക് ജോലിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡ് അതാണ് മറ്റാണ് മറിച്ചാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരു വീടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലേ? അവരിപ്പോഴും ഇവർ പറഞ്ഞു ഇവർ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അവരുടെ സ്വന്തമായിട്ടുള്ള വീടോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ കാര്യങ്ങളോ ഒന്നുമില്ല. ചേച്ചി നേഴ്സായിരുന്നു, ചേട്ടൻ എഞ്ചിനീയർ ആയിരുന്നു, പിന്നെ ചേട്ടൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പെയിൻറ്റർ ആയിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാ അഷ്പുഷ് കാര്യങ്ങളായി മാറി. 500 രൂപയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് വിട്ടു. ഇത്രയും ഈ സാമ്പത്തികമുള്ളവരുള്ളിടത്താണോ നിങ്ങൾ വാടക കൊടുക്കാനും വീട്ടു ചെലവിന് വേണ്ടി കിടന്ന് രേണു ബുദ്ധിമുട്ടിയത്? എന്തായാലും നിങ്ങൾ ഒന്നിച്ചല്ലേ താമസിക്കുന്നത്. സുധിച്ചേട്ടനുള്ള സമയത്ത് മേടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവർക്ക് മാത്രമായിട്ട് മേടിച്ചുകൊണ്ട് വരാൻ നടക്കത്തില്ല, മറ്റേ കൊച്ചുങ്ങൾക്ക് കൂടെ മേടിച്ചുകൊണ്ട് കൊടുക്കണം. അതാണ് മര്യാദ എന്ന് പറയുന്നത്. അത് പറയുന്നുണ്ട് നമുക്ക്. അത് രേണു പറയുന്ന കാര്യത്തോട് തന്നെ യോജിക്കുന്നു. അപ്പം സുധിച്ചേട്ടൻ നിങ്ങളെ വിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് സുധിച്ചേട്ടൻ മേടിച്ച് കൊടുത്തില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് തരാനോ അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാനോ ഇവരെ കൊണ്ട് പറ്റിയില്ലേ? ഇപ്പം ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയായിരിക്കും, നിന്നോട് ബോധിപ്പിക്കണോടി, നീ ആണോടി എൻ്റെ ചേട്ടൻ്റെ വീട് അറിയുമ്പോൾ ചേട്ടാപ്പി ചൂട്ടാപ്പി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വരും. ഈ വെളുപ്പിക്കൽ വരുന്നതാണ് കാര്യം. വെളുപ്പിക്കൽ ഭയങ്കരമായിട്ട് അങ്ങ് വെളുപ്പിക്കുകയാണ്. കാര്യം പുള്ളിക്കാരി പറയാൻ വിട്ടുപോയ പല കാര്യങ്ങളുമാണ്. പിന്നെ ഇവരുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ, ഇവർ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെങ്കിൽ ഇവർ ആ ഒറ്റ പ്രാവശ്യമേ പറയേണ്ടി വരത്തുള്ളൂ. ഇവർ അവിടെ നിന്ന് വീഡിയോയിലൂടെ പറഞ്ഞു, അത് കഴിഞ്ഞേച്ച് ഇവരുടെ ആൾക്കാരെ കൊണ്ട് മുഴുവൻ പറയിപ്പിച്ചു, അത് കഴിഞ്ഞേച്ച് ഇവർ എയർപോർട്ടിൽ വന്നേച്ച് പറഞ്ഞു, അത് കഴിഞ്ഞേച്ച് പിന്നെ ഇവർ ഈ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ അവിടെ കിടന്ന് മെഴുകുന്നു. എത്ര പ്രാവശ്യമാണ്, എന്തോരം കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. പിന്നെയും ഏറ്റവും മൂലമൊക്കെ ഇച്ചിരി മാറ്റം വരുന്നുണ്ട്, അതേ ഉള്ളൂ. പക്ഷെ വിട്ടുപോയ കാര്യങ്ങളൊക്കെയാണ് പുള്ളി. അതുപോലെ പുള്ളിക്കാരൻ ചോദിച്ചു, സുധിച്ചേട്ടൻ നോക്കിയെന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടാണോ നോക്കിയെന്ന് ചോദിച്ചാൽ കളിയാക്കി ചോദിക്കുന്ന ചോദ്യമേ, കണ്ണുകൊണ്ടാണോ നോക്കിയെന്ന്. കണ്ണുകൊണ്ടാണോ അപ്പം ഇവളുടെ അപ്പൻ സുധിയെ നോക്കിയെന്ന് പറഞ്ഞത്? അതെന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? ചേച്ചി ദുബായിൽ നിന്ന് വന്നതിന് ശേഷം ഇല്ല ആ ടൈമിലോ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? വീഡിയോ ഇറങ്ങുന്നത് 2 ദിവസം മുന്നേ എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, എടാ ഒന്ന് ചിരിച്ചേടാന്ന് പറഞ്ഞപ്പോൾ എന്നോട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കല്ലാന്ന് പറഞ്ഞു. ഞാൻ എടുക്കില്ല, എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയ പ്രശ്നമാണ്, എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരി കിച്ചുനെ പോയി കാണുകയും അവർ തമ്മിലുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും. 2ാമത്തെ ദിവസമാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ തന്നെ എനിക്ക് ആദ്യമൊക്കെ കണ്ടിട്ടില്ല, അപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിടികിട്ടിയ പോലെ തന്നെ എനിക്കും പിടികിട്ടി. ഫോട്ടോ ഇടുകയും അതിനുശേഷം ചേച്ചി കിച്ചുവിന് ട്രാൻസ്ഫർ ചെയ്ത പേയ്മെന്റിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000-7,000 രൂപ കൊടുത്തൊക്കെ ഞാൻ ഇട്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഷബീന ബീബിയുടെ പേരും പിന്നെ കിച്ചുവിന് കൊടുത്ത എമൗണ്ടിൻ്റെ കാര്യം ഒന്ന് എടുത്തിടാൻ വേണ്ടിയാണ് അതെടുത്തത്. ആദ്യം 500-250 ഒക്കെ ഒരു സ്ക്രീൻഷോട്ടാണ് കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ അത് 7,000-ആയി 5,000-ആയി. അതൊന്നും തെളിവായിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ ഞാൻ എന്തിനാണ് കാണിക്കുന്നത്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ ആദ്യമേ ഇത്രയും എമൗണ്ട് വെച്ച് കിച്ചുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവർ ആദ്യമേ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ. അത് ഇടുന്നത് ആ പൈസ കൊടുത്തേക്കുന്നതിലായിരുന്നു മാത്രം അവർ കാണാത്ത രീതിയിലായിരുന്നു ഇട്ടിരുന്നത്. അതുപോലെ ഇവരൊരിക്കലും ചെയ്യത്തുമില്ലായിരുന്നു. അതെല്ലാവരും കാണട്ടെ എന്നും പറഞ്ഞ കാര്യം. ഇത് ജാസിയാണ് ഇത് ആദ്യമേ എടുത്തിട്ടത്.
രേണു ചേച്ചി ചെറിയ എമൗണ്ടൊന്നുമല്ല, ഒരുപാട് വലിയ എമൗണ്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇത് വെച്ചാണ് അവരിപ്പം അങ്ങനെയോട് വെളുപ്പിക്കുന്നത് പൈസ കൊടുത്തതിന് കാര്യം. പിന്നെ ഈ സ്ക്രീൻഷോട്ട് വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ഒന്ന് ചിരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കിച്ചു പറഞ്ഞു സ്ക്രീൻഷോട്ട് എടുക്കലെന്ന് പറഞ്ഞു. ഒരമ്മ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ മാത്രമുള്ള മോൻ്റെ ഒരു ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നെന്ന് പറഞ്ഞത് അവൻ അയച്ചു കൊടുക്കത്തില്ലേ? അത്രയ്ക്ക് അടുപ്പവും സ്നേഹമുള്ള അമ്മയാണെങ്കിൽ ഇത് ശരിക്കും ഇവർ തന്നെ വീണ്ടും ഇവർക്കുള്ള കുഴി കുഴിക്കുവാണ് ഓരോന്നും പറഞ്ഞ്. ഇത് കേൾക്കുന്ന മനുഷ്യരാരും പൊട്ടലല്ല, ഇവരെ ന്യായീകരിക്കുന്നവർക്ക് മാത്രം ഇത് സത്യസന്ധം നിഷ്കളങ്കമായ വർത്താനം തോന്നുള്ളൂ. പക്ഷേ തലയ്ക്കകത്ത് ഇച്ചിരിങ്ങനെ വെട്ടവും വിളിച്ചുള്ളവർക്ക് ഇവർ പറയുന്ന ഓരോ വാക്കും കേൾക്കുമ്പോൾ പറയും ഇതിൽ ശരിയും തെറ്റുകളും നല്ലപോലെ മനസ്സിലാവും. കാര്യം വെച്ചാൽ വേറൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴല്ലോ ഇവരുടെ ഈ കള്ളത്തരം പറച്ചിൽ കാണുമ്പോഴേ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. ഇലക്ഷന് നിൽക്കുന്ന കാര്യത്തെപ്പറ്റിയാണ് അവർ ചോദിച്ചത്. മത്സരത്തിൽ നിൽക്കുന്നോ, ഇലക്ഷനിൽ നിൽക്കുമോ, സ്വന്തം പാർട്ടി എന്ന് പറയുന്നത് ഏത് പാർട്ടി എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ ഇവർ പറഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിയിലൊക്കെ ഇത്രയും ദാരിദ്ര്യമാണോ എന്ന് എനിക്കറിയത്തില്ല, ഇങ്ങനെയുള്ള സാധനത്തിനൊക്കെ എടുക്കാണ്ട്. ഇതിനേക്കാൾ വലിയ രസം എന്നറിയാം, പുള്ളിക്കാരി ഇതിനകത്തോട്ട് ചോദിക്കുമ്പോൾ ആദ്യം പുള്ളിക്കാരിക്ക് ചോദിക്കുന്നത് മനസ്സിലാകുകയില്ല. ഇങ്ങനെ ചോദ്യം എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരി ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ, ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഭയങ്കര പൊതുപ്രവർത്തനം, അത് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരുടെ അഴിഞ്ഞാട്ടത്തിന് ഇവരാ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവർ ചെയ്യേണ്ടത്. അതാണ് ഇവർ ആദ്യം ചെയ്യേണ്ടത്. കേട്ടു നോക്കാം. അങ്ങനെ ചോദിക്കും. തീർച്ചയായിട്ടും എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ നിൽക്കും. കേരളത്തില് ഈ എന്താ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നല്ലോ. പക്ഷേ ഒരാളുടെ കുടുംബത്തിൽ കയറി ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ, നിങ്ങൾക്കറിയാം, രണ്ടുപേരും അറിയുന്ന ആളാണോ, അങ്ങനെ പറയത്തുള്ളൂ, ചെറിയൊരു സെലിബ്രിറ്റിയാണ് ഞാൻ. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞോട്ടെ, എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന തന്തേനെയും തള്ളേനെയും ഒക്കെ പറയുന്ന ഒരു തരം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് ഞാനും കട്ട് ചെയ്യിപ്പിക്കും. വീട്ടിലിരിക്കുന്ന തന്തയും തള്ളയും പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ പേരിലായിരിക്കും കേസ് വരുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒന്ന് പല്ലിന്ന് വിളിച്ചാൽ അതിൻ്റെ തൊട്ട് താഴെ ഒന്നിച്ച് നിങ്ങൾ പറയുന്ന വാക്കെന്നറിയാം, നിൻ്റെ അമ്മയാടാ, നിൻ്റെ അച്ഛനാടാ, നിൻ്റെ പെങ്ങളാടാ, നിൻ്റെ പെണ്ണുമ്പിളയാടാ, അവരുടെ വീട്ടുകാരെ മൊത്തം ഒരു ചീത്ത വിളിക്കുന്നുണ്ട്. ഇവർ അങ്ങനെ ഒരു പേര് പറഞ്ഞു, ഇവർ കാണിക്കുന്ന കോലം കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത്. അന്നേരം ഇവർ പറയുന്നുണ്ട് അതിന് കുഴപ്പമില്ല, ഇവർക്ക് ആരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കാം, പക്ഷേ ഇവരെ ഒന്നും പറയില്ല ആരും, ഇവരെ ഒന്നും പറയരുത്. ഏക്കാൻ ഒരു ഇലക്ഷൻ നിന്ന് ജയിച്ചാൽ എന്നാ ബോധം ഉണ്ടോ നോക്കണം, എന്നാ ബോധം ഉണ്ടെന്ന് നോക്കണം. ഈ ബോധമില്ലാത്ത ഇതൊക്കെ പിന്നെ എനിക്കറിയത്തില്ല, നമുക്ക് പറയാനൊക്കത്തില്ല. ഇപ്പം എല്ലാ സിനിമാക്കാരും സീരിയലുകാരും ഒക്കെയാണ് അങ്ങോട്ട് കയറുന്നത്. പിന്നെ ഇങ്ങനെ ഈ ഇതുപോലെ നടക്കുന്നതിനൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞ ഒത്തിരി ഇപ്പോൾ എന്തെങ്കിലും കിട്ടണ്ടോ നിങ്ങൾ ഇത്ര ദൂരം വന്നല്ലേ ഇടമണി. 11 വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടിയെ കിച്ചുവിനെ സുധിച്ചേട്ടൻ എനിക്ക് തന്നത്, അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചത്. അപ്പം ഞങ്ങൾ സാറ്റ് കളിക്കുമായിരുന്നു, അവനെ കെട്ടിപ്പിടിക്കുമായിരുന്നു, അവനെ എടുക്കത്തില്ല, അവന് ഇച്ചിരി ആളുണ്ടായിരുന്നു, അവന് ഓർമ്മയുണ്ട്, അവനെ പാട്ട് പാടി ഉറക്കുമായിരുന്നു, അവനെ കുളിപ്പിക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 18-15 വയസ്സുള്ള എത്രയോ എന്നെക്കാളും വളർന്നൊരു കുട്ടി, ആ കുട്ടിയെ അമ്മ എന്ന രീതി എനിക്ക് ബഹുമാനിച്ചേ പറ്റത്തുള്ളൂ. ആ കുട്ടി ഇരിക്കുന്നതോട് ചെന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ 24 മണിക്കൂർ? ഇല്ല. അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കാൻ പറ്റുമോ? ഇല്ല. കുട്ടിയെ ബഹുമാനിക്കുന്ന കാര്യമൊന്നും ചേച്ചി പറയരുത് കേട്ടോ, കുട്ടിയെ ബഹുമാനിക്കുന്ന കാര്യമൊന്നും പറയരുത്. കുട്ടിയെ ബഹുമാനിക്കുന്നതാണോ പേട് ഇതിനകത്ത് കിടന്ന് കാണിക്കുന്നത്? ആ കുട്ടിയുടെ നാണക്കേട് കൊണ്ടാണ് വന്നത് നിങ്ങൾ എത്രയും അവർ പറഞ്ഞ കൊച്ചു പറഞ്ഞിച്ച് പോയത്. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ മകന് പ്രായമായെന്നും അവനൊരു ബഹുമാനം കൊടുക്കണമെന്നൊക്കെ അറിയാം. ആ മകനെ പറച്ചിലിൽ അങ്ങ് ഭയങ്കര തത്വം പറച്ചില്ല, പക്ഷെ പ്രവൃത്തി വേറെ രീതിക്കാന്നേ ഉള്ളൂ. പിന്നെ ഒരമ്മയ്ക്ക് ഒരു മകൻ എത്ര വളർന്നാലും അവൻ കുഞ്ഞു കൊച്ചു തന്നെയായിരിക്കും. എൻ്റെ മകൻ ഇപ്പോൾ 16 വയസ്സുണ്ട്, അവനിപ്പോഴും ഞാൻ കിടക്കുന്ന കൂടെ എൻ്റെ കൂടെ കട്ടിൽ വന്ന് കിടക്കാറുണ്ട്. അവൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഉമ്മ വന്നിട്ടാണ് അവൻ പോകുന്നത്. അതുപോലെ ഞാൻ എവിടെയും ഇരിക്കുമ്പോഴത്തേക്ക് അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വരാറുണ്ട്. അതെൻ്റെ മകനായതുകൊണ്ടാണ്, ഒരമ്മയും മകനും എന്നുള്ളൊരു ബന്ധമാണ്. ഇപ്പം പറയായിരിക്കും നിങ്ങൾ പ്രസവിച്ച മകനല്ലേ, അത് രേണു പ്രസവിച്ച മകനല്ലല്ലോ എന്ന് പറയും. എൻ്റെ ആങ്ങളയുടെ മക്കൾ വരാറുണ്ട്, അവരെ ഞാൻ പ്രസവിച്ചൊന്നുമല്ല, അവരെൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട്. ഞാൻ കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നിരുന്ന് ചോദിക്കാറുണ്ട്, എന്നെ ജീനമ്മേ വയ്യേ എന്നെ കിടക്കുന്നേ എന്ന് ചോദിക്കാറുണ്ട്. തന്നെയല്ല അവന്മാർ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഉമ്മ തന്നേച്ചാണ് പോകുന്നത്. അതൊക്കെ എൻ്റെ മക്കളാണ്, അത് അമ്മ മക്കളെന്നൊരു ബന്ധമാണത്. അതൊന്നും പറയൊന്നും വേണ്ട. ആ ബഹുമാനം കാണിക്കേണ്ടത് നിങ്ങൾ അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചോ ഉമ്മ കൊടുത്തിട്ടോ അല്ല. നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന് അതിനൊരു കൺട്രോൾ ചെയ്യുക, അതിന് ലിമിറ്റ് ആക്കുക. ഏതാണ് ചെയ്യേണ്ടത്? ആ മകന് നിങ്ങൾ കൊടുക്കുന്ന ബഹുമാനം എന്ന് പറയുന്നത്. അതിനകത്ത് എന്തോ പറയുന്നുണ്ട്, കണ്ടന്റ് ഇവിടെ വരെ വന്നതല്ലേ എന്തെങ്കിലും കണ്ടന്റ് തരേണ്ടത്. അതിന് പുറകെ എപ്പോഴും പേര് ഇവന്മാർ ഈ കുറേശ്ശേ വീഡിയോസ് എടുത്തുള്ളൂ. പിന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എടുത്തെടുത്തിരുന്നത് ഷെബീന ബീബി പറഞ്ഞ് ഇവർക്ക് കള്ളക്കടത്തുണ്ട്, സ്വർണ്ണക്കടത്തുണ്ടെന്നൊക്കെ പറഞ്ഞതിൻ്റെയാണ്. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ടാണ് പറയുന്നത്. അതങ്ങ് വെളുപ്പിക്കുകയാണ്. നമ്മളൊരു തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വെളുപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു, പിന്നെ അത് നമ്മൾ വിശദീകരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഒറ്റ പ്രാവശ്യം നമ്മൾ പറയാനുള്ളത് പറഞ്ഞു, അവിടെ നിർത്തുക. പിന്നെ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക. ഇവർ പറയാറുണ്ടല്ലോ ഇവർക്ക് ആരും ബോധിപ്പിക്കേണ്ടെന്ന്. ബോധിപ്പിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ പറയാൻ നിൽക്കുന്നത്?
വീണ്ടും വീണ്ടും ഓരോന്നും പറഞ്ഞ് വെളുപ്പിക്കാൻ നിൽക്കുന്നത് നമ്മളിൽ അത് തെറ്റാണെന്ന് നമുക്കറിയാം. ആ തെറ്റ് നമ്മൾ വെളുപ്പിക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ അതിൻ്റെ ന്യായീകരണം. ആ ഒരു പറഞ്ഞത് വളരെ തികച്ചും തെറ്റായിട്ടുള്ളൊരു ആരോപണമാണ്. കാരണം എൻ്റെ ID കാർഡിലെ നെയിം ഞാൻ കാണിച്ചത്, നമ്പർ രേഷ്മ പി തങ്കച്ചൻ. ഈ ID കാർഡിലെ ഫോട്ടോ കണ്ട മറ്റേ ഭർത്താവിനെ തലക്കടിച്ചു വന്ന യുവതി അറസ്റ്റ് എന്ന് പറയുന്ന ഷേപ്പാണ്. ആദം എന്തുവാടി ആസാം യുവതി അറസ്റ്റിൽ എന്ന് പറയുന്നൊരു ഷേപ്പുള്ള ഫോട്ടോയാണ്. അതിന് ഫോട്ടോ മൂടി വെക്കാം. രേഷ്മ പി തങ്കച്ചൻ. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 8/7/91. ഞാൻ 91 ജനിച്ച ആളാണ്. എനിക്ക് 45, 40, 39, 38, 37 വയസ്സില്ല. 34 വയസ്സ് കഴിഞ്ഞ് 35 വയസ്സ് ആകുന്നു. ഈ സെപ്റ്റംബർ 7 ആകുമ്പോൾ എനിക്ക് 35 വയസ്സിലോട്ട് കയറത്തുള്ളൂ. അതല്ല 8/7/91. 8/7 ആകുമ്പോഴത്തേക്ക് എവിടെയോ തെറ്റ് പറ്റിയല്ലോ. 8/7/1991. ഓക്കെ, അത് ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് പറഞ്ഞു തരുന്നതാ സെപ്റ്റംബർ 7 എനിക്ക് സെപ്റ്റംബർ 7 അങ്ങോട്ടെ 35 വയസ്സാവും എന്ന് പറഞ്ഞു. ഓക്കെ, 7 നമ്മൾ 8/7/1991 എന്നാണ് പറഞ്ഞത്. അതിൽ ഈ 7-ാം മാസം എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം അല്ലല്ലോ വരുന്നത്, ജൂലൈ മാസമല്ലേ വരുന്നത്. സെപ്റ്റംബർ 7-ാം മാസം എന്ന് പറഞ്ഞാൽ ജൂലൈ മാസമാണ്. ഇനി അതല്ല 8-ാം മാസമാണെങ്കിൽ അത് ഓഗസ്റ്റ് മാസമാണ് വരുന്നത്. സെപ്റ്റംബർ അവിടെയും വരുന്നില്ല. ഇതാണ് പറയുന്നത്. നമ്മൾ കള്ളം പറയുമ്പം നമുക്ക് സത്യങ്ങൾ വരത്തില്ല. ബർത്തിൽ ചിലപ്പോൾ അവർ പറഞ്ഞ് കറക്റ്റ് ആയിരിക്കാം, സെപ്റ്റംബർ ആയിരിക്കാം. പക്ഷേ അവർ ആധാരം പറഞ്ഞിരിക്കുന്നതുമായിട്ട് യാതൊരു യോജിപ്പും ഇല്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർ പറയുന്ന നുണകൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇവർ സത്യങ്ങൾ പറയുന്നുണ്ട് അറിയാതെ. അതാണ് സത്യങ്ങൾ. ആ ആധാർ അവർ മൊത്തത്തിൽ മറച്ചു പിടിച്ച് എന്നതൊക്കെയോ കാണിക്കുന്നുണ്ട്. ഒരു ആധാർ കാണിക്കാണ്ട് ഇപ്പം അതിനകത്തൊരു ഫോട്ടോ ഏകാലും നിങ്ങളുടെ ഈ മോന്തയുടെ പോലെ എങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ഇല്ല, എങ്ങനെയല്ലേ എടുത്തിട്ട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ഇത് കാണിക്കുന്നതിനാണോ, ആ ഒരു ആധാറിൻ്റെ ഇത് കാണിക്കുന്നതിനാണോ ഇത്ര വലിയ പ്രശ്നം? നിങ്ങളുടെ ഏജോ കാര്യങ്ങളോ ഒന്നും അറിയാൻ വേണ്ടി നിങ്ങൾ എന്താണ് തെളിവ് നിരത്തുന്നുണ്ട്. നിരത്തുമ്പോൾ നേരെ ചൊവ്വ പറയുകയും ചെയ്യും. അതാണ് ഈ കള്ളത്തരങ്ങൾ പറയുമ്പോണ്ടല്ലോ എവിടെയും ഇത് പിടിക്കപ്പെടും എന്ന് പറഞ്ഞ സത്യമാണ്. 7-ാം മാസം വന്നാൽ ഒന്നെങ്കിൽ അത് ജൂലൈ, ഇനി അവർ 8-ാം മാസമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഓഗസ്റ്റ് മാസം. എന്നാലും സെപ്റ്റംബർ വരുന്നില്ല. സെപ്റ്റംബറിലാണ് അവർക്ക് 35 വയസ്സാകുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് 35, 40, 50, 60 അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി 10, 11 വയസ്സായാൽ ആർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കെട്ടുന്ന കോലം കെട്ടലിലാണ് നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ ഓരോന്നും തള്ളയെന്നും ഒക്കെ വിളിച്ച് കളിയാക്കുന്നത്. സെപ്റ്റംബറിലാണ് അവരുടെ ബർത്ത്ഡേ എന്ന് ഇതാണ് പറഞ്ഞത്. ഇവർ പറയുന്നതിനോട് യാതൊരു യോജിക്കുമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. മൊത്തം ഫേക്കായിട്ടുള്ള എന്നൊക്കെയോ കാര്യങ്ങളുണ്ട്. ഒറിജിനൽ ആധാർ വേറെ ആയിരിക്കും കേട്ടോ. അതായിരിക്കും പുള്ളിക്കാരി അത് അത്രയും മറച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെയൊക്കെ ആധാറിനകത്ത് ഫോട്ടോ ഐശ്വര്യ റായിയെ പോലെയല്ലേ ഇരിക്കുന്നത്. പുള്ളിക്കാരി വർത്തമാനം കേട്ടാൽ എല്ലാവരുടെയും ആധാറിനകത്ത് എൻ്റെ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു ആധാറിനകത്തെ ഫോട്ടോ. അല്ലാതെ മിക്കതിനകത്ത് നമ്മൾ ആദ്യമൊക്കെ എടുത്ത് ഓരോ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു ആധാറിൻ്റെ. അതൊക്കെ ഒരു വകയ്ക്ക് ഞാനാണെന്ന് പോലും തിരിച്ചറിയാത്ത ഫോട്ടോസുകളായിരുന്നു. പിന്നെ എനിക്ക് ഇച്ചിരി കളറൊക്കെ ആയിട്ടുള്ള ഫോട്ടോസ് വന്നപ്പോഴാണ് പിന്നെ ഇച്ചിരി തിരിച്ചറിയാൻ പറ്റുന്നതായിട്ട്. അത് എല്ലാവരുടെയും എങ്ങനെയാണ് വന്നിരിക്കുന്നത്. പുള്ളിക്കാരുടെ വർത്തമാനം കേട്ടതൊന്നും പുള്ളിക്കാരുടെ മാത്രമേ. പക്ഷേ അത് ഈ മൊത്തം പൊത്തി പിടിച്ചാണ് കാണിക്കുന്നത്. അതിൽ എന്നതോ ഒരു കള്ളത്തരമില്ലേ, ശരിക്കുമുള്ള ആധാരമായിരിക്കണം പുള്ളിക്കാർ എന്തോ ഫേക്കായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. വേറെ വയസ്സും കാര്യം ഇപ്പം നമുക്ക് ചെലഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് എത്ര വയസ്സായാലും അത് ഇവർക്ക് കൊള്ളാം. എത്രയാണെന്ന് പറഞ്ഞാൽ എത്ര നമ്മുടെ പ്രായം നമ്മൾ മറച്ചു വെച്ചിട്ടുള്ള ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ചുക്കി ചുളിയാൻ തുടങ്ങും. അപ്പോൾ അറിയാലോ പ്രായത്തിൻ്റെ കൂടുതൽ എത്രയാണെന്നുള്ളത്. മാസം അറിയാൻ മേലെ, വർഷം അറിയാൻ മേലെ, ദിവസം അറിയാൻ മേലെ, ഇങ്ങനെ നടക്കുക. ഭയങ്കര കേമിയാന്ന് പറഞ്ഞിട്ടാണ്. ഭയങ്കര വിവരവും ബോധം എന്നാണ് പുള്ളിക്കാരുടെ വിചാരം. എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. അപ്പൻ 2 വിട്ട് കിടക്കുന്നതിന് മുന്നേ വരെ അപ്പൻ നല്ല കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോദിച്ചാൽ സൂചിച്ചാൻ എപ്പോഴും ജോലിയൊന്നും ഇല്ലായിരുന്നു. സൂചിച്ചാൻ എപ്പോഴും ജോലിയിൽ വീട്ടിൽ ഇരുന്ന സമയമുണ്ട്. അന്നൊക്കെ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. ഇതും കൂടെ പറയണം, ഇതും കൂടെ എനിക്ക് പറയാനുണ്ട്. അതുപോലെ എൻ്റെ അപ്പനെ നോക്കിയിട്ടുണ്ട്. അപ്പൻ എങ്ങനെ കണ്ണുകൊണ്ടാണോ സൂചിച്ചേട്ടനെ നോക്കിയത്? അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. കാര്യം സുധിച്ചേട്ടൻ നോക്കിയിട്ട് പറഞ്ഞപ്പം രേണു പറഞ്ഞെങ്ങനെയാണ് കണ്ണുകൊണ്ടാണോ നോക്കുന്നത്? എൻ്റെ സ്നേഹമുണ്ട് സ്വന്തം ഭർത്താവിനോടല്ലേ. അദ്ദേഹം ഈ ലോകത്തുനിന്നേ പോയി അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിക്കുള്ള വർത്താനം കിട്ടില്ലെന്ന്. സുധിച്ചേട്ടൻ കണ്ണുകൊണ്ടാണോ നോക്കിയത് എന്ന് പറഞ്ഞാൽ തങ്കച്ചനും കണ്ണുകൊണ്ടാണോ നോക്കിയത്? സുധിയെ ആയിരിക്കും, കണ്ണുകൊണ്ടായിരിക്കും നോക്കിയത്. പിന്നെ ഇതും പറയണം, ഇതും അറിയണമെന്ന്. അതായത് ഞാൻ പറയും ഓരോ കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്ത് ഇങ്ങനെ. എനിക്കൊന്ന് കുറേ പേര് കൂടിയിരുന്ന ഗൂഢാലോചന. കിച്ചുവിന് ഒരു ഗൂഢാലോചനയുടെ ആവശ്യമില്ലായിരുന്നു. അവൻ അനുഭവിച്ച കാര്യങ്ങളാണ് അവൻ വിളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് അവൻ ഒറ്റ ഇതിൽ തന്നെ അവന് പറഞ്ഞു. പിന്നെ അവന് പറയാൻ പറ്റാത്ത അവൻ്റെ ദുഃഖങ്ങൾ കൊണ്ട് അവൻ്റെ ഉള്ളിൽ അവന് പുറത്തോട്ട് വരുന്ന ഒരു വിഷമം കൊണ്ടായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. ഓരോരുത്തർ വിധം ഇന്ന പോലെ പറയണം, ഇന്ന പോയിൻ്റായിട്ട് പറയണം. അതിനാണ് ഇപ്പോൾ ഉമാരെ ഇവിടെ വിളിച്ചത്. ഇവിടെ വന്നിച്ച് ഇങ്ങനെ കുറേ കഥകൾ ഇറക്കും. നാണമില്ല ഈ സ്ത്രീക്ക്. ഇവർക്ക് വല്ല പണി ചെയ്തേച്ച് ഇവരുടെ കാര്യങ്ങൾ നോക്കി പോകരുതോ? അല്ലാതെ ഇവരിങ്ങനെ വെളുപ്പിക്കാൻ നടക്കും തോറും ഇവർ നാണം കെട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ അതാ പറഞ്ഞത്, നമ്മൾ ഈ കള്ളത്തരം കാണിക്കാൻ നടക്കുമ്പോൾ ദൈവം തന്നെ എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു പണി തന്നിരിക്കും. അത് നമ്മുടെ വായും തന്നെ അത് പുറത്ത് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ നാണം കെടുകയും ചെയ്യും. അതാണ് ഇവരുടെ കാര്യത്തിൽ പലയിടത്തും സംഭവിച്ചിട്ടുള്ളത്.
പിന്നെ ഇതിനേക്കാളെല്ലാം രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറാട്ടെണ്ണം പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ആറാട്ടെണ്ണോട് ആരുടെ വീണ്ടും ചോദിച്ചു രേണുവിനെ കല്യാണം കഴിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ആർജി ലച്ചു രേണു വെളിയിലായിരുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തു ആറാട്ടെണ്ണനെ വെച്ച്. എന്നിട്ട് ഇവർ ആർജി ലച്ചു അതിനൊരു ക്യാപ്ഷൻ ഇട്ടു, ഇവർ ഒന്നിക്കാൻ പോകുന്നതെന്ന് പറയും. അത് രേണു ചോദിക്കുന്നുണ്ട്, നീ ഇട്ട ക്യാപ്ഷൻ അത് നീ ഓർക്കുന്നുണ്ടോ, അത് ഇതാകല്ലേ, അതിൽ അവൾ ഒന്ന് കിടക്കട്ടെ, വൈറലാകട്ടെ എന്ന്. എന്നാ വൈറലാകാൻ അങ്ങനെ വന്നിച്ച് വീണ്ടും പറയുന്നത് കേട്ടോളൂ. കല്യാണം കഴിക്കുന്നൊക്കെ എന്താണ് അതിനെ ഞാൻ അങ്ങനെ മട്ടൊന്നുമില്ല. എനിക്ക് അവരുടെ ഒരു ബന്ധവുമില്ല. അതല്ല വെറുതെ ആളുകൾ പറയുന്നതാണ്. പണ്ട് ഞാൻ വേറെ ആൾക്കാർ പേര് പറഞ്ഞുകൊണ്ട് വെറുതെ പറയും. അങ്ങനെ സംഭവമേ ഇല്ല. ഞാൻ അവരെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. എനിക്ക് അത് വളരെ അടിസ്ഥാനപരമായ ആരോപണമാണ്. എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. കേട്ടല്ലോ, ഇതിൽ കൂടുതൽ ഒരു തിരിച്ചടി വേറെ എന്റേതാണുള്ളത്. പക്ഷേ ഇങ്ങനെ എനിക്ക് ഒത്തിരി സിനിമാ നടിമാരെയൊക്കെ അവരവരെയൊക്കെ ഇപ്പോൾ തന്നെ നമ്മുടെ പാട്ടുകാരുണ്ടല്ലോ, ബാലയുടെ അമൃത സുരേഷ്, അമൃത സുരേഷിനെ കല്യാണം കഴിക്കുന്ന കാര്യം പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു. അവരെ ഞാൻ വിവാഹം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. പക്ഷേ രേണുവിനെ പുള്ളിക്ക് ലേശം താല്പര്യമില്ല. ഭയങ്കര സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നടക്കുന്നതാണ് പുള്ളിക്കാരൻ. അങ്ങനെയുള്ളവരെയാണ് നോക്കുന്നത്. പക്ഷേ രേണുവിനെ പുള്ളിക്ക് വേണ്ട, അങ്ങനത്തെ സാധനത്തിനേ വേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. എന്നാണേലും ഇവരുടെ കുറേ വെട്ടിത്തങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര പേർ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണല്ലോ ഇവർ തന്നെ ഓരോരോ കൊണ്ട് അത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ആ ഒരു പോയിന്റ് എവിടെ അത് പറയണമെന്ന് തോന്നും. അതുകൊണ്ടാണ് വേണ്ടി എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. എന്നാണേലും ഇലക്ഷൻ ആയിക്കൊണ്ട് പുള്ളിക്കാരി അത്രയും പുള്ളിക്കാരിക്ക് വെളുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും വരും, ഇനി ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട്. പിന്നെ ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നുണ്ട്, റിയാക്ഷൻ മീഡിയക്കാരും ബാക്കിയുള്ളവരെല്ലാം പുള്ളിക്കാരിയെ കൊണ്ടാണ് അന്നം കഴിക്കുന്നതെന്നുള്ളത്. പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവരും അങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരും പാവങ്ങൾ, അവർ നല്ല മനുഷ്യരാണ് കേട്ടോ. അവർക്ക് പിന്നെ അന്നമല്ലല്ലോ വേണ്ടത്, പറയുന്നില്ല അവർക്ക് പിന്നെ എന്നതാ വേണ്ടത്. ഇവക്കൊക്കെ ശകലം പോലും വിവരമില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിനുള്ള വിവരമെങ്കിലും ഒന്നും വേണ്ട. ഋതപ്പൻ്റെ കൂടെ ഇനി കുറച്ച് ദിവസം എവിടെയെങ്കിലും അങ്കമാടിയിലെങ്കിലും ഒന്ന് പോയിരുന്നിച്ചാൽ ബോധം വിട്ടു ഒന്ന് ഒരു മനസ്സിലാകട്ടെ എന്നതാണ് ഈ പറയേണ്ട കാര്യങ്ങളെന്നുള്ളത്. അങ്ങനെയും വല്ലതൊക്കെ പഠിക്കുക. ഇത് വലിയ ഏവിയേഷനൊക്കെ പഠിച്ചാന്ന് പറയുന്നുണ്ട്. എന്നാ ചോദിച്ചാൽ ഇലക്ഷൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ചോദിക്കാൻ എന്നെ ചെയ്യാൻ അതുപോലെ അറിയാൻ പറ്റാത്ത ആളാണ് ഇലക്ഷന് നിൽക്കാൻ പോകുന്നതെന്ന് ഓർത്തണം കേട്ടോ. അതുപോലെ അറിയാൻ പറ്റാത്ത ഒരാളാണ് ഇലക്ഷൻ നിൽക്കാനായിട്ട് തീരുമാനിക്കുക. ഇലക്ഷന് വന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ തീരുമാനിച്ച കാര്യം അടിപൊളിയാണ്. എന്നാണേലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.